ഇവിടെയുള്ള സിനിമാക്കാരെല്ലാവരും ഇങ്ങനെ എല്ലാവരെയും ബലാത്സംഗം ചെയ്തുകൊണ്ട് നടന്നവരാണ്. ആണോ? അവർ പറഞ്ഞെന്താണ്? നടിയുടെ വിഷയത്തിന് മുൻപും ഇവിടെ പിന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ? ഞാനെന്തിന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം? എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഞാനെന്തിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവരവരുടെയാണ്. എൻ്റെ ജോലി അവരെ സംരക്ഷിക്കുക, എൻ്റെ ജോലി എന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ കാര്യം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാരവാൻ കാണുന്നതിന് മുമ്പ് എൻ്റെ അസിസ്റ്റൻറ്റിനോട് പോയി എല്ലാം പോയി ചെക്ക് ചെയ്യും എന്നൊക്കെ പറയും. അവർ പോയി ചെക്ക് ചെയ്യും, തിരിച്ചു വരും. ഈ ഹേമ കമ്മിറ്റി കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് വൃത്തികെട്ട രീതിയിലേക്ക് ചർച്ചകൾ മാറിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. അവരുടെ എതിരാളികൾ എന്ന് കരുതുന്നവർക്കെതിരെ വരുന്നതെല്ലാം ഭയങ്കര വലിയ കുറ്റം, പക്ഷെ അവർക്കെതിരെ വരുന്നതെല്ലാം വ്യാജം. ഇന്നലെ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തത് നീ ഡ്രഗ് മാഫിയക്കെതിരെ ഇറങ്ങുമോടി എന്ന് ചോദിച്ചോണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ നിരന്തരം ഭീഷണി ഫോൺ കോൾസ് വരുന്നുണ്ട്. അത് IT സെല്ലിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവർ നോക്കിയിട്ട് വരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് വന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. വെട്ടിക്കളയും, കൊന്നുകളയും, അടിക്കും എന്നൊക്കെ പറഞ്ഞാണ് അവിടുന്ന് വിളിക്കുന്നവരെല്ലാം മലയാളികൾ തന്നെ. മലയാളികളാണ് വിളിക്കുന്നത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എല്ലാവരും അവരവർക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്ന കോസ്റ്റ്യൂമർ മതി, അവരാണ് എനിക്ക് കറക്റ്റായിട്ട് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തരുന്നത്. ഈ ഇന്ന ഹെയർ ഡ്രസ്സർ, അവർ മനോഹരമായിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഇവരെല്ലാവരും. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്, ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന് കാസ്റ്റ് ചെയ്യുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ അവരഭിനയിക്കുന്ന സിനിമകളിലെല്ലാം അവരായിരിക്കും. അപ്പം മറ്റവർക്ക് പണിയുണ്ടാവില്ല. അതൊക്കെ പ്രമുഖർ തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ ഡബ്ബിങ്ങിൻ്റെ ഞാൻ പറയാം, നായിക ശബ്ദം മറ്റുള്ളതിലൊന്നും ഇവരാരും ഇടപെടില്ല. അതായത് നടന്മാർ അവർ പറയാറുണ്ട് അവരുടെ ശബ്ദം വേണ്ട, നായികമാരുടെ വേണ്ടി പറയും. ആ നായിക പോലും ചിലപ്പോൾ അങ്ങനെ പറയാറില്ല, പക്ഷെ നടന്മാർ പറയും. അത് പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു നടൻ തന്നെ എൻ്റെ ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവർ വേണ്ട, നമുക്ക് അവർ വേണ്ട ഒരുപാട് സിനിമകൾക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പിന്നെ അതൊരു വലിയ വിഷയമാക്കാതെ ഓക്കെ അതിനെന്താ എന്ന് പറഞ്ഞ് ഞാനിവിടെ വേറെ പടം ചെയ്യാതിരിക്കുന്നുണ്ടോ, ഞാൻ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. അതിനൊന്നും നമ്മൾ കൊടി ഉയർത്തി ഇതിൻ്റെ പിന്നാലെയൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ നായികയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി ഇവിടെ ശബ്ദം കൊടുക്കുന്നത്. നായികയ്ക്ക് അവിടെ ഒരു വോയിസും ഇല്ല. ആ സിനിമയിലെ നായകനാണ് തീരുമാനിക്കുന്നത് ആരാർക്ക് എന്ത് ശബ്ദം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതൊരു പവർ ഗ്രൂപ്പിന്റെ ഓരോ ഇതെന്ന് പറയുന്നത് തന്നെ. പവർ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുടെ റോള് താരതമ്യേന കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. കയറി നിൽക്കുന്ന തീർച്ചയായിട്ടും പുരുഷന്മാർ തന്നെയാണ്. ഈ സ്ത്രീകളാണെങ്കിൽ പോലും, സ്ത്രീകൾക്ക് ഇപ്പൊ ചേച്ചി പറഞ്ഞു പുരുഷന്മാരെ നായകനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു പവർ അവർക്ക് അല്ലെങ്കിൽ ഒരു വോയിസ് ഉണ്ടാവില്ല. എന്നിരുന്നാൽ കൂടെ അവരുടെ കൂടെ അഭിനയിക്കുന്ന ബാക്കി കോ ആർട്ടിസ്റ്റുകൾ അവരാരൊക്കെ വേണം, അല്ലെങ്കിൽ എനിക്കിപ്പം ഒരാളുമായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, അപ്പം എൻ്റെ സിനിമയിൽ അവരാണ് എൻ്റെ സിസ്റ്ററായിട്ടോ എൻ്റെ ഫ്രണ്ടായിട്ടോ വരുന്നതെങ്കിൽ അങ്ങനെയും അവരവിടെ ചെയ്യിക്കാറുണ്ടാവും അല്ലേ? ഞാൻ വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ ആ സിനിമയിൽ വെക്കാൻ പാടില്ല അല്ലേ? നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ പ്രേം നസീർ സാറിൻ്റെ കാലത്തൊക്കെ നസീർ സാറ് ഷൂട്ടിംഗ് സെറ്റിൽ പോയിരിക്കുമ്പോഴാണ് ഓരോ ആർട്ടിസ്റ്റിന് ഇതിലേത് കഥാപാത്രമാണ് ചെയ്യുന്നത് എന്ന് സാറ് ചോദിക്കുമ്പോഴാണ് സാറിന് അറിയുന്നത് സാറിൻ്റെ അനിയത്തിയായിട്ട് അവരാണെന്ന്. ഇന്നങ്ങനെയല്ല. ഇന്ന് ഇവർ പറയും എൻ്റെ അനിയത്തി ആരാകണം, എൻ്റെ ചേച്ചി ആരാകണം, എൻ്റെ അമ്മ ആരാകണം, എൻ്റെ കാമുകി ആരാകണം, ഇതെല്ലാം അവർ പറയുന്നതനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതൊന്നും ഒരു നിയമം കൊണ്ടൊന്നും അതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ അത് മലയാളത്തിൽ മാത്രമല്ലല്ലോ ഇപ്പൊ ഉള്ളത്, ഇവിടെ കുറവാ അല്ലേ? പുറത്തേക്കൊക്കെ ഇവിടെ കുറവാണ്. അവിടെ ഏത് തിയേറ്റർ റിലീസ് ചെയ്യണമെന്ന് വരെ അവർ തീരുമാനിക്കും. ഏത് പിന്നെ സെന്ററിലേക്ക് ഇത് പോകണം, എവിടെയൊക്കെ പോകണം, ഇത് എങ്ങനെ റിലീസ് ചെയ്യണം, എന്ന് റിലീസ് ചെയ്യണം എന്ന് വരെ അവർ പറയും. ഇവിടെ പക്ഷെ അത്രയായിട്ടില്ല. നമ്മുടെ പവർ ഗ്രൂപ്പ് ഇനിയും അവരുടെ ലെവലിൽ വളരേണ്ടിയിരിക്കുന്നു. ഓക്കെ,
സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു വരുന്നത് മറ്റു മേഖലകളിലും നവീകരണത്തിന് വഴിതെളിക്കുമോ? സിനിമയിൽ വരുന്നത് മറ്റു മേഖലകളിൽ ഇപ്പൊ നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം സിനിമയിൽ മാത്രമുള്ളതല്ലല്ലോ. ഈ സംഭവങ്ങളൊക്കെ വേറെ ഏത് ഇൻഡസ്ട്രിയിലും വേറെ എല്ലാ മേഖലകളിലും ഉള്ളതാണ്. അല്ല, ഇതുപോലെ ഒരു കമ്മിറ്റി എല്ലാ മേഖലയിലും വരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു കമ്മിറ്റിയെ കൊണ്ടുവരണം. എത്രമാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് പറയണം. അതുപോലെ ആശുപത്രികളിൽ, ജോലി സ്ഥലങ്ങളിൽ, പിന്നെ ഈ പറയുന്ന സർക്കാർ, ഇവിടെയൊക്കെ ഇതുപോലെ ഓരോ കമ്മിറ്റി വെക്കട്ടെ. അപ്പോൾ അറിയാം. ഇപ്പോൾ സിനിമയാണല്ലോ ഏറ്റവും അധികം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മീഡിയയ്ക്കുള്ളിലും വരണം. സ്ത്രീകൾ പ്രതികരിക്കാൻ മടിക്കുന്നത് ഭീഷണിയെയും വെല്ലുവിളികളെയും പേടിച്ചാണെന്ന് കരുതുന്നുണ്ടോ? ഭീഷണി ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലും ഉണ്ട്. ഒരു വിരട്ടലൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് തുറന്ന് സംസാരിക്കുന്നതിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എൻ്റെ പ്രതികരണങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ നിരന്തരം ഭീഷണി ഫോൺ കോൾസ് വരുന്നുണ്ട്. ഇത്രയും കാലം എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് IT സെല്ലിലേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവർ നോക്കിയിട്ട് വരണം, ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നു, മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് വന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന്. എന്ത് പറഞ്ഞാൽ വിളിക്കുന്ന ചേച്ചി? വെട്ടിക്കളയും, കൊന്നുകളയും, അടിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഈ വിളിക്കുന്നത്. അവിടുന്ന് വിളിക്കുന്നവങ്ങളെല്ലാം മലയാളികൾ തന്നെ, മലയാളികളാണ് വിളിക്കുന്നത്. അതാണ് രസം. നല്ല മനോഹരമായ മലയാളത്തിൽ സംസാരിക്കുന്നു. ഇന്നലെ വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയത്, നീ ഡ്രഗ് മാഫിയക്കെതിരെ ഇറങ്ങുമോടി എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ മലയാള സിനിമയിൽ അതിനാണ് എനിക്ക് ഭീഷണി വന്നത്. ഇപ്പൊ ചേച്ചി ഇവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ടും ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു കോൾ വന്നിട്ടുണ്ട്. ആണ്, കണക്ട് ചെയ്യാം. ആരാ നോക്കാം. ഹലോ ഹലോ ജുമാന. ഹായ്, ഞാൻ രമ്യാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളി എന്നാണ് കേട്ടോ. എന്റെ കൂടെ ഭാഗ്യലക്ഷ്മി ചേച്ചി ഉണ്ട്, സംസാരിച്ചോളൂ. കൊടുക്കാം ചേച്ചിയുടെ. ഹായ് ജുമാന. ഓ ചേച്ചി, എനിക്കാണെങ്കിൽ ചേച്ചിയുടെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ഫുൾ ചർച്ചകളാണ് ഇപ്പൊ TV തുറന്നാ മൊത്തം അല്ലേ? അതെ 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 അതെ. എനിക്കാണെങ്കിൽ മൂവിയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ആദ്യമേ എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോവണ്ട, സിനിമയിൽ പോവണ്ട എന്നൊക്കെ പറഞ്ഞത് ഈ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു. അപ്പൊ എന്നാലും ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്നത് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിടിച്ചു നിന്ന് കുറച്ച് മോഡലിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പൊ ടിവിയിലൊക്കെ ഇപ്പൊ ഓരോരോ നടന്മാരുടെ പേരിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണല്ലോ ഓരോ ദിവസം കൊടുക്കും. അപ്പം ഇപ്പൊ വീട്ടിൽ നിന്ന് ശക്തമായിട്ടുള്ള എതിർപ്പാണ് സിനിമയിലോട്ട് പോവണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അതിന് എനിക്കത് ചോദിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാള് ചേച്ചിയായിട്ട് എനിക്ക് തോന്നിയത്. അല്ല, വീട്ടുകാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. കാരണം ആദ്യം വീട്ടുകാർക്ക് ജുമാനോട് വിശ്വാസം വേണം. ആദ്യം നമ്മുടെ ആളുകൾ നമ്മളെ വിശ്വസിക്കണം. എവിടെ പോയാലും എൻ്റെ മകൾ അവളുടെ വ്യക്തിത്വത്തിൽ, അവളുടെ കഴിവിൽ വിശ്വസിക്കുന്നവളാണ്. ആർക്കും അവളെ ഒരു വിധത്തിലും ചൂഷണം ചെയ്യാനാവില്ല എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തൊഴിലിനും എവിടെയും പോയി അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. അതല്ല, നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾ വേറെ ഏത് തൊഴിലിടത്ത് പോയാലും ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തൊഴിലല്ല അവിടുത്തെ പ്രധാന വിഷയം, നമ്മൾ എന്താണ് എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയുക. ഇപ്പം എൻ്റെ മോൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും എന്നെക്കുറിച്ച് ഒരു മോശമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്നെക്കുറിച്ച് അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം, അങ്ങനെയായിരിക്കും അമ്മയുടെ റിയാക്ഷൻ. എന്നെക്കുറിച്ച് അമ്മയ്ക്ക് മോശമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അമ്മ വല്ലവരും പറയുന്നതൊക്കെ വിശ്വസിക്കും.
അതെ. അപ്പം സിനിമയ്ക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജുമാന വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ പിന്നെ പാരൻസിനോട് മോശമായിട്ട് പറഞ്ഞു കൊടുത്താലും അവരത് വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം വീട്ടുകാരോട് പറയുക, നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടോ എന്ന് മാത്രം ചോദിക്കുക. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വന്നത് എന്തിനാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ നിങ്ങൾക്ക് പുറത്തെടുക്കണം എന്നുള്ളൊരാഗ്രഹം. അത് അഭിനയമാകട്ടെ, പാട്ടാവട്ടെ, സിനിമയുമായി ബന്ധപ്പെട്ട ഏതൊരു മേഖലയുമാവട്ടെ. അപ്പം അതിലായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും. അത് തടസ്സപ്പെടുത്താൻ കുറേ അധികം ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഉണ്ടാവും. എപ്പോഴും നിങ്ങളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന, നിങ്ങളുടെ പ്രൊഫഷണലി ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാർ പോടോ 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 എന്നും പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, ശരി. ഓക്കെ ജുമാന, ഓക്കെ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. അപ്പം വെൽക്കം ടു ദ മലയാള ഫിലിം ഇൻഡസ്ട്രി. ഓക്കെ, 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 ശരി ജുമാന, താങ്ക് യു. സ്വന്തം നിലപാട് പറയാൻ എപ്പോഴും ഒരു രീതിയിലും ആരെയും ഭയക്കുകയോ പേടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ചേച്ചി. ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും അഭിപ്രായങ്ങളും നിലപാടുകൾ എപ്പോഴും സ്വയം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെയുള്ള ചേച്ചി എന്തുകൊണ്ടായിരിക്കും ഇപ്പം എൻ്റെ ഈ ഷോ ഉൾപ്പെടെ നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വരിക്കുമ്പോൾ പോലും ചേച്ചി ഇങ്ങനെ ഇൻ്റർവ്യൂ തരാനായിട്ട് മടിക്കുന്നതോ, അല്ലെങ്കിൽ ചേച്ചി എന്നല്ല, ഞാൻ അല്ലാതെയും ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കാം സെലിബ്രിറ്റികൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് അവർ മടിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വളരെ ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലൊരു ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമായി, പ്രത്യേകിച്ച് യൂട്യൂബും പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം. ഈ വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, അതൊരു പബ്ലിക് സ്പേസ് അല്ല. പക്ഷേ ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നൊക്കെ പറയുമ്പോൾ, അതുപോലെ ഇങ്ങനെയുള്ള ഓൺലൈൻ ചാനലുകൾ വന്നതിന് ശേഷം ഏറ്റവും അധികം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആദ്യത്തെ 1-2 അനുഭവം വെച്ചാണ് ഞാനൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പല ആർട്ടിസ്റ്റുകളും എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കാറുണ്ട്. അവരെല്ലാവരും തന്നെ ഇത് ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് വന്നൊരു ഇൻ്റർവ്യൂ പറയും. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പലതും ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണ്, എനിക്ക് ആരോടും ചോദിക്കേണ്ടും പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെ, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ അങ്ങ് കൊടുക്കും. ഈ ടൈറ്റിൽ കണ്ട് ഇതിൻ്റെ താഴെ ഇങ്ങനെ നടന്നു പോകുന്നവൻ പെട്ടെന്ന് ഒരാളെ കണ്ട് ഇവളെ എനിക്ക് ഇഷ്ടമേ അല്ല, ഒരു കല്ലെടുത്തെറിയുന്ന, അങ്ങനെയാണ് ഈ കമൻറ്റ്. ഓക്കെ, ഈ കല്ലെടുത്തെറിയുന്ന മാതിരിയാണ് ഈ കമൻറ്റുകൾ. അത് അവർക്ക് പരിചയമില്ലാത്ത, അതായത് എന്നെ അവർ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അവർ ടെലിവിഷനിൽ കണ്ടിട്ടുണ്ടാകാം, മനസ്സിലായി, ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ, അല്ലാതെ നേരിട്ട് അവരെന്നെ കണ്ടിട്ടില്ല, എന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ എന്താണ് എൻ്റെ സ്വഭാവം ഒന്നും അറിയില്ല. പക്ഷേ എല്ലാവരെ കുറിച്ചും, അത് എന്നെ എന്നല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ ഇവളാ, ഈ തള്ളയോ എന്നിങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം അത് പൊതുവെ ഒരുപാട് പേര് സിനിമയ്ക്കുള്ളിൽ പലരും സംസാരിക്കാറുണ്ട്. ഒരു പരിചയമില്ലാത്തവരൊക്കെ നമ്മളെ എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? അപ്പം അതൊരു കാര്യവും. പിന്നെ ഈ ടൈറ്റിലും ഈ തംബ്നെയിലുണ്ടല്ലോ, ഈ തംബ്നെയിൽ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. പോകുന്നവൻ ഈ ഇൻ്റർവ്യൂ മുഴുവനും കാണണം എന്നില്ല, ഈ തംബ്നെയിലാണ് അവൻ്റെ കമൻറ്റ്. അത് എന്തടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്, എന്താണ് അവർ പറഞ്ഞതിൻ്റെ യഥാർത്ഥ പൊരുൾ, ഇതൊന്നും നോക്കാതെ വായ തോന്നുന്ന ചീത്തയും വിളിച്ചിട്ട് അങ്ങ് പോകും. നെഗറ്റീവായിട്ട് ആൾക്കാരുടെ ഒരു അട്രാക്ഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള ഈ പ്ലാറ്റ്ഫോംസിലെ ആൾക്കാർ ടാഗ്ലൈൻ അങ്ങിട്ട് ആൾക്കാർ അട്രാക്ട് ചെയ്യാൻ നോക്കുന്നു. അത് തുറന്ന് ഉള്ളിലേക്ക് എത്തുമ്പോഴായിരിക്കും ഇത് ഈ തന്നിരിക്കുന്ന ഹെഡ്ലൈനുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമായിരിക്കും. ഇത് തുറക്കുകയില്ല. കുറേ ആളുകൾ ഇത്, വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ഇത് മുഴുവനും കാണുന്നത്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഇവിടെ ഷാർജയിൽ ഒരു ബുക്ക് ഫെസ്റ്റിവലിന് DC, എൻ്റെ ആത്മകഥ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഗസ്റ്റായിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു സ്പീച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ തമിഴാണ് പഠിച്ചത്, ഞാൻ മലയാളം അല്ല.
അപ്പോൾ മലയാളിയാണെങ്കിലും മെഡ്രാസിൽ തന്നെ ജീവിച്ചത് കൊണ്ട് ഏറ്റവും അധികം വീട്ടിൽ അടുത്ത് ചുറ്റുപാടുള്ളവരോടൊക്കെ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തമിഴാണ് കുറേ കൂടി കംഫർട്ടബിൾ. ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ശരിക്കും എൻ്റെ ഭാഷ വളരെ മോശമായിരുന്നു. അതിപ്പോഴപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. പഴയ സിനിമകൾ കാണുമ്പോൾ അപ്പോൾ എന്ത് വൃത്തികെട്ട ഇതായിരുന്നു എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ, മലയാള ഉച്ചാരണമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ കുറച്ച് നന്നായിട്ട് മലയാളമൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പം ഞാനിത് ഷാർജയിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ മലയാളം ശരിയല്ല എന്ന് എന്നെ ഉച്ചാരണം പഠിപ്പിച്ചത് ശ്രീകുമാരൻ തമ്പി സാറായിരുന്നു എന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നത് വേറെ രീതിയിലുള്ള വാർത്തയായിരുന്നു. ഞാൻ അപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഞാൻ അതാണോ സംസാരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ എന്താ അവിടെ പറഞ്ഞത്? എൻ്റെ മലയാള ഉച്ചാരണം എന്നെ നന്നായി പഠിപ്പിച്ച് തന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്താണ്, ഞാനിപ്പോൾ പോലും ഞാൻ ആ ടൈറ്റിൽ എന്താന്ന് ഞാൻ പറയാത്തത്, അത് പിന്നെ എന്തെങ്കിലും രീതിയിൽ ഇപ്പം നിങ്ങളല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നിയന്ത്രണമില്ലല്ലോ. ഇപ്പം നിങ്ങളൊരു ഇൻ്റർവ്യൂ എന്നെക്കുറിച്ച് എടുത്താൽ അത് മറ്റൊരാൾക്ക് അത് എടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി ഇത് സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന വേറെ ഓൺലൈൻ ചാനൽസ് ഉണ്ട്, ഇങ്ങനെ ഈ ട്രോൾ ഇറക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ആൾക്കാർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരാണ് ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്ച്വലി നമ്മളത്തെ പോലെ ഡീസൻറ്റ് പ്രൊഫഷണൽ ഇതിൽ കാണുന്ന കുറച്ച് ചാനൽസ് ഉണ്ട്. അവർ ഇത്തരത്തിലുള്ള ഒരു രീതിയിലും അത് ചെയ്യില്ല. മറിച്ച് മറ്റേ തരത്തിലുള്ള ചാനലുകാരാണ് ഇതെടുത്തിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും സാധനം കിട്ടണം, ഓടണം, പബ്ലിസിറ്റി വേണം, പൈസ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവർ ഇതിനെ അങ്ങ് കരിവാരി തേച്ച് ഇത് വൈറലാകാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുക. MG യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ബാലുമഹേന്ദ്ര സാറിനെ കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പം യാത്ര എന്ന് പറയുന്ന സിനിമ ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ബാലുമഹേന്ദ്ര എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം അന്ന് ശോഭയുടെ മരണം സമയത്തൊക്കെ ഞാനൊക്കെ മെഡ്രാസിലുണ്ടായിരുന്ന സമയം. അപ്പോൾ അത്രയും വലിയൊരു നടി മരിച്ചതിന് ഇദ്ദേഹം കാരണക്കാരനാണ് എന്നുള്ള രീതിയിൽ വാർത്ത വന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊരു വെറുപ്പായിരുന്നു. അപ്പോൾ യാത്രാ സിനിമയുടെ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ശോഭനയാണ് അതിന്. അപ്പോൾ ശോഭനയുടെ എല്ലാ സിനിമകളും ഞാൻ ഡബ് ചെയ്യാം. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തിനാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ എന്തോ ഒരു മനസ്സോടെയൊക്കെ ഞാൻ അവിടെ ചെന്ന് നിന്നു. പക്ഷെ അദ്ദേഹം അന്ന് എന്നോട് സംസാരിച്ച രീതിയും അദ്ദേഹം എനിക്ക് കഥ പറഞ്ഞു തന്ന രീതിയും ഡയലോഗ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മളിങ്ങനെ ആസ് എ കലാകാരി നമ്മളിങ്ങനെ ആസ്വദിച്ച് നിന്ന് കേട്ടുപോകും. അദ്ദേഹം പത്മരാജൻ സാറ് സംസാരിക്കുമ്പോഴും കഥ പറയുമ്പോഴും അങ്ങനെ അത് ബ്യൂട്ടിഫുൾ വോയിസാണ് ഇവരുടെ. പത്മരാജൻ സാറിൻ്റെ ശബ്ദം മനോഹരമായ ശബ്ദമാണ്. അതുപോലെ ബാലുമഹേന്ദ്ര സാർ സംസാരിക്കുമ്പോൾ അദ്ദേഹം തമിഴിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ആ വോയിസിലേക്ക് നമ്മൾ കഥ വിട്ട് നമ്മൾ ഈ വോയിസ് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഇത് ഞാനിങ്ങനെ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം വേറെ വാർത്ത വന്നു, ബാലുമഹേന്ദ്രയും. അപ്പം ഇവൾക്ക് എന്താണ് അതിൻ്റെ താഴെ ഒരുത്തം വന്ന് എഴുതി, ഇവളെന്താ ഇത് ഈ വഴിയെ പോണവരെ മുഴുവനും പ്രേമിക്കാൻ നടക്കുവാണോ എന്നുള്ള രീതിയിലാണ് ഇത് എന്താണെന്ന് പോലും. അപ്പം ഞാൻ തീരുമാനിച്ചു ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. ഓക്കെ, ഇനി ഞാൻ ആരോടും സംസാരിക്കില്ല, ഗുണത്തിനും ദോഷത്തിനും നമ്മുടെ പേര് ചീത്തയാവാതെ. പിന്നെ ഇപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസക്തമായ വിഷയത്തിൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കണമല്ലോ എന്നതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്, കഴിയുന്നതും ടൈറ്റിൽ വളരെ സൂക്ഷിച്ചു കൊടുക്കണം, അപകടമാകരുത്. പക്ഷെ ചില ഇതിലെന്താന്ന് പറയും, ഇപ്പം നമുക്ക് കുറേ പേർക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ടൈറ്റിലെ ചുമ്മാ നമ്മളെ പോലത്തെ ആൾക്കാർ പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഫേക്ക് ആയിട്ടുള്ളൊരു ഹെഡ്ലൈനാണ്. അത് കണ്ടിട്ട് നമ്മളത് ഡീറ്റെയിൽ വായിക്കാൻ പോയാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്. വെറുതെ ആൾക്കാർ അതിലേക്ക് കയറിയാൽ മതി, അവർക്ക് പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഇതാണെന്നുള്ള തിരിച്ചറിവ് കുറേ പേർക്ക് ഇന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതെ ഒരു എത്തിക്സ് ഇല്ലാത്ത ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കുറ്റം ചെയ്തവരെ പോലെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ തെറ്റായ ആരോപണങ്ങൾ പറഞ്ഞു പരത്തുന്നവരും? അല്ലേ? വെറുതെ ഇരിക്കുന്ന നല്ലൊരു മാന്യനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരാളെ കുറിച്ച് വെറുതെ വഴി തോന്നുന്ന പോലെ വിളിച്ചു കൂവി അവർക്ക് തോന്നുന്നത് പറയുക, ഡിഫെയിം ചെയ്യുക, അല്ലേ ആൾക്കാർ? ഞാനിപ്പോൾ ഇന്നലെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം
സംവിധായകൻ ഹരിഹരൻ സാറിനെതിരെ ഒരു നടി പറഞ്ഞു. നടിയല്ല പറഞ്ഞത്. ആക്ച്വലി ആ നടി പറഞ്ഞത് എന്താണ്, മറ്റേ ആൾ, അതായത് അവർക്ക് പരിചയമുള്ള ഒരാൾ ഈ നടിയോട് പറഞ്ഞു, ആ സംവിധായകൻ ഇങ്ങനെ പറഞ്ഞു. അതായത് ഹരിഹരൻ സാറിൻ്റെ കാര്യം. ഹരിഹരൻ സാർ അയാളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഇയാൾ എന്നോട് പറഞ്ഞു. പക്ഷെ ഇത് വാർത്ത വന്നത് എന്താണ്, നേരെ ഹരിഹരൻ സാറിലേക്കാണ് ഇത് പോകുന്നത്. 19 വയസ്സായ ഒരു മനുഷ്യൻ, എത്രയോ നല്ല സിനിമകൾ ചെയ്ത ഒരാൾ, എനിക്കൊക്കെ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരിചയമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് അദ്ദേഹം ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭാഗ്യലക്ഷ്മി, ആ പെൺകുട്ടി എൻ്റെ പേര് എന്നോട് ഹരിഹരൻ സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഇത് ആരോ ഒരാൾ ആ സ്ത്രീയോട് പറയുന്നു, ആ സ്ത്രീ മാധ്യമങ്ങളോട് പറയുന്നു, മാധ്യമങ്ങൾ ആധികാരികമായി എൻ്റെ പേരിൽ ആ വാർത്ത ഇറങ്ങുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച് നമ്മുടെ ഒരു കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു സ്ത്രീ, അവർ ഇരുന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ഹരിഹരൻ സാറിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞ് അപമാനിക്കുന്ന രീതിയിൽ അവർ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നു. ഞാൻ അവരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നത്, നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത്? അല്ല, അത് ചാനലിൽ പറഞ്ഞു. ചാനലിൽ ആര് പറഞ്ഞു? അത് ഷർമിള പറഞ്ഞു. ഷർമിള എന്ത് പറഞ്ഞു? അല്ല, ഷർമിളയോട് മറ്റേ ആൾ പറഞ്ഞു. ആണല്ലോ, ഷർമിളയോട് ഹരിഹരൻ സാർ ഇങ്ങനെ പറഞ്ഞോ? ഇല്ല, അത് പറഞ്ഞില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് പറയുന്നത്? അവിടെ മറ്റൊരാളുടെ വേദനയെക്കുറിച്ച് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ രാഷ്ട്രീയമാണ്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രാഷ്ട്രീയമായി ഇത് വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. അത് പാർട്ടിയെ കുറ്റപ്പെടുത്താനായിട്ട് അവർ പാർട്ടിയുമായിട്ട് എന്ത് വേണമെങ്കിലും പറയട്ടെ, പക്ഷെ പാർട്ടിക്കുള്ളിലുള്ളവർ ഈ സംവിധായകരുടെ പേരെടുത്ത് പറയുമ്പോഴാണ് അത് നമുക്ക് അപ്പം നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം വാർത്തകൾ വന്നിട്ടും ഒരു സിനിമാക്കാരും അതിനെതിരെ ഒരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല, അല്ലേ? ഇല്ല. സത്യത്തിൽ എനിക്ക് അരൺ സാറ് എന്നെപ്പോലെ ഒരാളുടെ അടുത്തൊക്കെ വിളിച്ചിട്ട് 1 മണിക്കൂറോളം, ഭാഗ്യലക്ഷ്മി ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തിനാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്, നിനക്കറിയില്ലേ എന്നെ, ഇപ്പം നീ എന്തെങ്കിലും പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി കുറേ എൻ്റെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടാണ് എന്നും പലർക്കും വേണമെങ്കിൽ സംശയിക്കാം. ഇത് ഇവർ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല, ഇവരല്ല എന്നെക്കുറിച്ച് പറയുന്നത്, വേറെ ഏതോ ഒരാളാണ് ഇത് പറയുന്നത്. അയാൾ പറഞ്ഞത് സത്യമോ നുണയോ എന്ന് അന്വേഷിക്കലല്ല പരിപാടി. അയാൾ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഞാനിതാ വാർത്തയാക്കി. ആ ഒരു രീതിയിലേക്ക് പോയത് അത് വല്ലാതെ വേദനിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ പറഞ്ഞവരെയും ശിക്ഷിക്കണം. ഇത്തരത്തിൽ ഒരു വെറുതെ വല്ല ഒരു ആരോപണം, ആ പോണ വഴിക്ക് എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഞാൻ കുറേ പ്രാവശ്യം അയാളുടെ വീട്ടിൽ കയറി ചാൻസ് വെച്ചു, അയാൾ എനിക്ക് സിനിമയിൽ അവസരം തന്നില്ല, അതുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് ഇങ്ങനെ പറയും എന്ന് പറയുന്ന ഒരു പ്രവണത കുറച്ച് കൂടുന്നുണ്ട്. ഓക്കെ. സ്ത്രീകളെ പോലെ തന്നെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ പുരുഷന്മാരും ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അവർക്ക് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളോ ഇതൊന്നും ഒത്തുചേരുന്നില്ല? അതിപ്പോൾ എപ്പോഴും സ്ത്രീകൾക്കെതിരെ ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ പുരുഷന്മാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറ്റം ചെയ്താൽ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുമോ? ഇല്ലല്ലോ എന്നല്ലേ പറയുള്ളൂ. ഇപ്പം തന്നെ നോക്കൂ, ആരും മിണ്ടാതിരിക്കുന്നവരെ കൂടെ ക്രൂശിക്കുന്ന തലത്തിലേക്കാണ് വാർത്തകൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒരു ചാനലിൽ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു പരാതിയുണ്ട്, ഞാനിങ്ങനെ ഇന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഫുൾ സിനിമയ്ക്ക് എനിക്ക് പേയ്മെൻറ്റേ തന്നില്ല, അവർ സംഘടനയിലുള്ളവരല്ല, അപ്പോൾ എനിക്കതൊരു പരാതിയായിട്ട് ഞാൻ ചാനലിൽ സംസാരിക്കും. അത് പേയ്മെൻറ്റിൻ്റെ അല്ലേ, ഞങ്ങൾ സെക്ഷുവൽ സ്കാൻഡൽ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പുരുഷന്മാരെല്ലാവരും പറയുന്നത്, ഞങ്ങൾക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടുന്നില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ സംസാരിക്കാമെന്നല്ല, എനിക്കിത് പറയണം, നിങ്ങൾ വരൂ എന്ന് ചാനലുകാരോട് ചോദിച്ചാൽ അവർ വരില്ല. അവർക്കെല്ലാം വേണ്ടത് ഈ സ്ത്രീകൾ പറയുന്ന കഥകൾ ശരിയോ നുണയോ അത് വേണം. അതിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ഏത് ചാനലിനാണ് എന്നുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
അത് നമുക്ക് വ്യക്തമാണ്. ചില ചാനലുകൾ ഓരോന്നും കൊണ്ടുവരുന്ന റേറ്റിംഗിൽ മത്സരമാണ്. നിങ്ങളാണോ ബ്രേക്കിംഗ് ന്യൂസ്, ഞാനാണോ ബ്രേക്കിംഗ് ന്യൂസ്? അതുകൊണ്ട് ഇപ്പൊ ചാനലിന്റെ റേറ്റിംഗ് തന്നെ മാറി, വേറെ ചാനലിൽ മുമ്പിലെത്തി, അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മുടെ ഇതൊക്കെ ഇതിന്റെയൊക്കെ താഴെ ആളുകൾ വന്ന് കമന്റ് ചെയ്ത് തുടങ്ങിയല്ലോ, ഈ നിങ്ങൾക്കിത് നേരം വെളുത്താ ഇതേ ഉള്ളോ വേറെ എന്ന് പറയുന്ന അങ്ങനെ ഒരു നെഗറ്റീവ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് പൊതുവെ സൊസൈറ്റിയിൽ. ആൾക്കാരും കുറേ ആകുമ്പോഴേ, കാരണം ഇതെന്താ അറിയോ, ഞാൻ മനസ്സിലാക്കുന്നത് ചാനലുകൾക്ക് ഇതൊരു വാർത്ത മാത്രമാണ്, മറ്റൊരുപാട് പേരുടെ ജീവിതമാണ്. ഇത് കഴിയുമ്പോൾ ചാനലിന്റെ പാട്ടിന് വേറെ വാർത്തയുടെ പിന്നാലെ പോകും. പക്ഷെ ഈ പെൺകുട്ടികൾ തന്നെയാണ് സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും മോശക്കാരാകുന്നത്, അല്ലേ? സത്യമായ ഒരു വാർത്തയാണെങ്കിൽ പോലും പിന്നീട് അത് തെളിയിക്കുക, അതിന്റെ പിന്നാലെ ഓടുക എന്നുള്ളത് പെൺകുട്ടിയുടെ മാത്രം മാറുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടികളോട് എപ്പോഴും പറയണേ, നിങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ആദ്യം കാണുന്ന ഈ ആക്രാന്തം മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കണം, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അത് എത്ര സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞാലും ഞാൻ ഇനിയും പറയും. ഓക്കെ. WCCയിൽ എന്തുകൊണ്ട് ഒരു വിഭാഗം അഭിനേതാക്കൾ മാത്രം ഉൾപ്പെടുന്നു? ഞാനത് എത്ര പറഞ്ഞാലും അതിനെ വേറൊരു രീതിയിലാണ് പലപ്പോഴും ചിലർ ചിന്തിക്കുന്ന, പലരും അല്ല, ഇപ്പം കുറേശ്ശെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ഞാൻ അതിലില്ലല്ലോ, ഞാൻ WCCയിലെ അംഗമല്ല, അത് ഞാൻ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്ന രീതിയിൽ പലരും കരുതുന്നുണ്ട്. പക്ഷേ ഈ പുറത്തുള്ള പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഒന്നും ചെയ്യുന്നില്ല. അവർ സിനിമ അഭിനയിക്കും, അവർക്ക് കാശ് കിട്ടുന്നില്ല. അതല്ലാതെ നമുക്ക് താഴെ ഒരുപാട് തൊഴിലാളികളുണ്ട്, സ്ത്രീ തൊഴിലാളികളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അവർക്ക് ഒരു വിഷയമല്ല. അതാണ് എൻ്റെ കൺസേൺ. ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിലെല്ലാവരും പെടും. ഹെയർ ഡ്രസ്സേഴ്സ് പെടും, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പെടും, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ഡബിങ് ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ മലയാള സിനിമയിൽ പല വിഭാഗങ്ങളിലായിട്ട് നിരവധി സ്ത്രീകളുണ്ട്. അവരാരും തന്നെ WCCയിലെ അംഗങ്ങളല്ല. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാനതിൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അവരെന്നെ അംഗീകരിക്കണമെന്നും നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു വിഷയമാണ്. കാരണം സ്ത്രീകൾക്ക് പോയി അവരുടെ സങ്കടം പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഒടുവിൽ ഇതാ വന്നിരിക്കുന്നു എന്ന് സന്തോഷിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അവിടെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഡം ഇപ്പം എനിക്കൊരു പരാതി ഉണ്ടല്ലോ, ഞാൻ ഇത് ആരോടാ WCCയിൽ പോയി പറയേണ്ടത്? എനിക്കറിയില്ല. ഞാൻ ആരുടെ നമ്പർ കൊടുക്കണം? രേവതിയുടെ നമ്പറോ, പത്മപ്രിയയുടെ നമ്പറോ, അഞ്ജലി മേനോൻ്റെ നമ്പറോ, പാർവതി തിരുവത്തിൻ്റെ നമ്പറോ, ആരുടെ നമ്പറാണ് ഞാൻ കൊടുക്കേണ്ടത്? അവരാധികാരികമായി ഇതാണ് ഞങ്ങളുടെ പരാതി സെൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടേണ്ട നമ്പർ എന്നവർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പിന്നെ അവരിത് രൂപീകരിക്കുമ്പോൾ ഈ മലയാള സിനിമയിലുള്ള എല്ലാ സംഘടനകളെയും വിളിച്ച് നിർത്തി എല്ലാവരുമായി ഒരുമിച്ച് നിന്ന് നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. സ്ത്രീകൾക്ക് ഈ രംഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് അത് നിഷേധിക്കുമ്പോഴാണ് എതിരാളികളായി മറ്റൊരു കൂട്ടായ്മ ഉണ്ടാക്കേണ്ടത്. അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ. ഇപ്പോൾ 2 ദിവസം മുമ്പ് റിമ കല്ലിങ്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ഏഷ്യാനെറ്റിൽ അവർ എല്ലാ സംഘടനകളെയും വിളിച്ചു, ആരും വന്നില്ല. എങ്ങനെ വിളിച്ചു? ഞാൻ എല്ലാ സംഘടനയിലെ അപ്പർ ബോഡിയും ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മെയിലും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് കത്തും കിട്ടിയിട്ടില്ല. ഔദ്യോഗികമായി വിളിക്കണമെങ്കിൽ അതിനൊരു രീതിയുണ്ട്. അതെ, ഇപ്പം പേഴ്സണലാണെങ്കിൽ പോലും അപ്പം അങ്ങനെ ഒരു കോളും ആർക്കും വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് പിന്നെ ഒരു ലെറ്ററും വന്നിട്ടില്ല, മെയിലും വന്നിട്ടില്ല. അവരിപ്പോഴും പറയുന്നു, അങ്ങനെ ഒരു മെയിലോ ഒരു കത്തോ തെളിവായി കാണിക്കുമെങ്കിൽ ഞങ്ങൾ സറണ്ടർ ആവാം.
അപ്പം ആഷിഖ് അബുവും ഈ റിമയുടെയും ഇഷ്യൂല് അവര് ഇങ്ങനെ ഒരു ഇതിലും ആരോടും അവർ ഡിസ്കസ് ചെയ്തിട്ടില്ല. അവർ നമ്മൾ ചിലവരെ കണ്ണടച്ച് ശത്രുക്കളാക്കുക എന്ന് പറയില്ല, നേരത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉള്ള ചില ആൾക്കാർ അതുപോലെയാണ്. വെറുതെ, അതായത് ഈ പഴയ കാലഘട്ടത്തിലുള്ളവരെല്ലാവരും മാറി നിൽക്കട്ടെ, ഇനി പുതിയ ജനറേഷൻ ഞങ്ങൾ ഭരിക്കും എന്ന് ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ ഇവിടെ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും ഒരു കൂട്ടായ ചർച്ചയുണ്ടാവുമല്ലോ. അതെ, ഒരു പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരും വയസ്സായവരും എല്ലാവരും ഒന്നിച്ചിരുന്നല്ലേ. അപ്പൊ ചെറുപ്പക്കാരായ ആൾക്കാർ പറയും, കുറെ കാലം നിങ്ങൾ വയസ്സായവർ ഭരിച്ചില്ലേ, ഇനി കുറച്ചു കാലം നിങ്ങൾ മാറി നിൽക്ക്, ഞങ്ങൾ ഭരിക്കട്ടെ, ഞങ്ങൾ മുൻ നേതൃസ്ഥാനത്തേക്ക് വരട്ടെ എന്നവർ അഭിപ്രായം പറയുമല്ലോ. അങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അത് വേണമല്ലോ. ഇപ്പൊ പോലും അവരെന്താ പറയുന്നത്? ഇപ്പോഴും സർക്കാർ ഇതിനായി ഒരു യോഗം വിളിക്കാമെന്ന് പറയുമ്പോൾ അപ്പോഴും അവർ പറയുന്നത് ഇരയും വേട്ടക്കാരനെയും ഒരുമിച്ച് ഇരുത്തല്ലേ എന്നല്ലേ അവർ പറയുന്നത്. ആരാണ് വെറുതെ ആളുകളെ വേട്ടക്കാരൻ എന്നൊക്കെ പറയുന്നത്? ഇവിടെയുള്ള സിനിമാക്കാരെല്ലാവരും ഇങ്ങനെ എല്ലാവരെയും ബലാത്സംഗം ചെയ്തുകൊണ്ട് നടന്നവരാണോ? ആണോ? സിനിമയ്ക്ക് അവർ പറഞ്ഞ എന്താണ്? നടിയുടെ വിഷയത്തിന് മുൻപും ഇവിടെ പിന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ? അത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഇപ്പൊ രാധിക ശരത് കുമാർ പറഞ്ഞു കാരവൻ വിഷയം, അതെ, പോലീസിൽ റിപ്പോർട്ട് ചെയ്യണ്ടേ? അവർ തമിഴിലെ ഒരു മാധ്യമത്തിന് അവരൊരു ഇൻ്റർവ്യൂ കൊടുത്തു. അവർ ചോദിച്ചു, ഇതുപോലെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന കേരളത്തിലുള്ള അവർ ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല? ഞാനെന്തിന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം? എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഞാനെന്തിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവരവരുടെയാണെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ജോലി അവരെ സംരക്ഷിക്കുക, എൻ്റെ ജോലി എന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എൻ്റെ കാര്യം ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കാരവൻ കാണുന്നതിന് മുമ്പ് എൻ്റെ അസിസ്റ്റൻറ്റിനോട് പോയി എല്ലാം പോയി ചെക്ക് ചെയ്യും എന്നൊക്കെ പറയും. അവർ പോയി ചെക്ക് ചെയ്യും, തിരിച്ചു വരും. അത്രേ ഉള്ളൂ അവർക്ക്. നമുക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ്, നമുക്ക് കടമയുണ്ട്. നമുക്ക് സമൂഹത്തിൽ എന്ത് നടക്കുന്നു, നമ്മുടെ മുമ്പിൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടണം, അല്ലേ? അത് ഇടപെടുമ്പോഴാണ് ഒരു ഭയം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ആ ഭയം ഇല്ലാതെ പോയതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. ഈ ഹേമ കമ്മിറ്റി കൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് വൃത്തികെട്ട രീതിയിലേക്ക് ചർച്ചകൾ മാറിപ്പോയി എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. എന്നാൽ ഇതുകൊണ്ടുണ്ടായ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മുതൽ നമ്മൾ സൂക്ഷിക്കണം. തമാശയായി പോലും ഒരാളോട് അശ്ലീലമായ രീതിയിൽ സംസാരിക്കരുത്, പെരുമാറരുത്. അത് അങ്ങനെ നോക്കുമ്പോൾ നല്ലതാ. ഇപ്പോഴത്തെ ഈ ആഷിഖ് അബു റിമയുടെ ഇഷ്യൂലും അതിൽ ചേച്ചിയുടെ നിലപാട് എന്താണ്? ചേച്ചി അത് തെളിയിക്കപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു വ്യക്തി അത് ആരോപണവുമായി മുമ്പോട്ട് വന്നാൽ തെളിയിക്കപ്പെടട്ടെ. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് എന്താണ്? മറ്റേ ഇപ്പുറത്ത് അവരുടെ എതിരാളികൾ എന്ന് കരുതുന്നവർക്കെതിരെ വരുന്നതെല്ലാം ഭയങ്കര വലിയ കുറ്റം, പക്ഷെ അവർക്കെതിരെ വരുന്നതെല്ലാം വ്യാജം. അപ്പം അവരും തെളിയിക്കട്ടെ, ഇവരും തെളിയിക്കട്ടെ, എല്ലാവരും തെളിയിക്കട്ടെ. ഓക്കെ.